വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലത്തും കുഴപ്പക്കാരനാണ്. ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മൂപ്പര് ആ കുഴപ്പങ്ങളൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല. ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിൽ ഒരു സ്ഥിരക്കാരനാണെന്ന് തോന്നണം SNDP-യുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ അദ്ദേഹം CPM-നെതിരെ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊരാളായ AM ആരിഫ്, അദ്ദേഹം ഇത്തവണ ആലുവയിൽ നിന്നാണ് മത്സരിച്ചത്. ആരിഫ് ഒരു വിമർശനം ഉന്നയിച്ചു. അതായത് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ടൈമിൽ പിണറായി വിജയൻ രണ്ടാം മന്ത്രിസഭ ഉള്ള സമയത്ത് അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപാട് ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ലീഗിനെതിരെയുള്ള ആക്രമണമായിട്ടാണ് പുറത്തു വന്നത്. അപ്പോൾ ആരിഫ് പറഞ്ഞു അത് ലീഗിനെതിരെയുള്ള ആക്രമണമല്ല, അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണം തന്നെയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ സമുദായത്തിനെതിരെയുള്ള ഈ ആക്രമണത്തെ CPM പ്രതിരോധിക്കേണ്ടതായിരുന്നു. അത് പ്രതിരോധിക്കാതിരുന്നത് ഒരു തെറ്റായി പോയി എന്നാണ് ആരിഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതേപോലെ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഉള്ള ആക്രമണമായതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അതിന് പ്രതികരിച്ചു. പ്രതികരണം കുറച്ചുകൂടി ഇസ്ലാമോഫോബിക് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആരിഫിൻ്റെ ഉള്ളിലിരിപ്പ് യഥാർത്ഥ ലീഗിൻ്റെ മനസ്സ് ആണ് അയാളെന്ന് വളരെ വ്യക്തമായി മനസ്സിലായില്ലേ. അയാൾ വാസ്തവത്തിൽ ചാടാൻ നടക്കുന്നതാണ്. ആരിഫിന്റെ ഉള്ളിൽ ലീഗ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇപ്പോഴൊരു ലീഗുകാരനാണ്. അപ്പൊ ലീഗുകാരനായിട്ടുള്ളൊരു ഒരാളായിട്ടാണ്, ലീഗിന്റെ മനസ്സാണ് ആരിഫിനുള്ളത്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ചാടാൻ നിൽക്കായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകിയെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആക്രമണം സ്ഥാനാർത്ഥിത്വം നൽകിയെന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ മറ്റൊരു സംഗതി, കായംകുളത്ത് നിന്ന് മത്സരിച്ച പ്രതിഭ എന്ന് പറയുന്ന MLA-ക്കെതിരെ കഴിഞ്ഞ തവണ അവരാണ് മത്സരിച്ചിരുന്നത്. അവർ ഇത്തവണയും മത്സരിച്ചിരുന്നു, പക്ഷേ പരാജയപ്പെട്ടു. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ സംഘടന SNDP-യും വെള്ളാപ്പള്ളി നടേശനൊക്കെ തന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും തന്റെ വിജയം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നൊരു ആരോപണം അവർ ഉന്നയിച്ചു. കൂടുതൽ അവർ പറഞ്ഞു, പത്തിയൂരും ചെട്ടിക്കുളങ്ങരയുള്ള എൻ്റെ വോട്ടിംഗ് നില കണ്ടപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു പോയി. അവർ ഈഴവ സമുദായം കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തൻ്റെ ഞാനൊരു ശ്രീനാരായണീയാണ്, ശ്രീനാരായണീയായി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഈ SNDP-ക്കാരും പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. ഇതിനെ CPM-ന്റെ തന്നെ നേതാവ് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നാസർ തള്ളിപ്പറയും ചെയ്തു. അപ്പൊ അതിനോട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താ വെച്ചാല്, മോനെ വളർത്തുമ്പോൾ നോക്കണം, മോൻ കഞ്ചാവ് കേസിൽ പെടുകയാണെങ്കിൽ അത് നോക്കി വളർത്താത്തതിന്റെ കുഴപ്പമാണ്, അതിപ്പോ നാട്ടുകാർ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാർ അവസരം കിട്ടിയപ്പോൾ കൊടുത്തു. ഇങ്ങനെ രണ്ട് ആരോപണങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു. ഒന്ന് ആലുവ സ്ഥാനാർത്ഥിക്കെതിരെയും മറ്റൊന്ന് കായംകുളം സ്ഥാനാർത്ഥിക്കെതിരെയും. രണ്ടുപേരും CPM-കാരാണ്. CPM-നെതിരെയുള്ള ആക്രമണമായിട്ട് വന്നിട്ടുള്ളത്. ആദ്യത്തേത് വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആക്രമണമാണ്. രണ്ടാമത്തേത് ഇങ്ങനെ വോട്ട് ചെയ്തില്ല എന്നുള്ളൊരു ആക്രമണമാണ് വന്നത്. ഈ രണ്ട് കാര്യത്തിലും CPM ഇതുവരെയും ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒരു പ്രതികരണം പ്രതിഭയുടെ കാര്യത്തിലാണ് ഉണ്ടായത്. നെഗറ്റീവായിട്ട് പ്രതികരിച്ചത് അത് ആർനാസറിന്റെ പ്രതികരണമാണ്. വളരെ നെഗറ്റീവായിട്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർക്കെതിരെ, ജനപ്രതിനിധികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തെ CPM പ്രതിരോധിക്കാതിരിക്കുന്നത്? അത് അതിൻ്റെ ഒരു തമാശ, ഇപ്പോൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ ചോദിച്ചിട്ടുള്ള എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2 ടേമിലും വോട്ട് ചെയ്തിട്ടുള്ള SNDP-ക്കാർ അല്ലെങ്കിൽ സമുദായത്തിലുള്ള പ്രതിഭയ്ക്ക് വോട്ട് ചെയ്യാതിരുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അവരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് മാറ്റുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുത്തലത്ത് ദിനേശൻ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതെന്താന്ന് പറഞ്ഞാൽ, ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇടപെടലുകൾ വളരെ ശക്തമായിട്ട് പാർട്ടിയുടെ അകത്ത് ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വലിയ ചർച്ചയാവുകയും അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും അത് ഈ ഒരു രീതിയിൽ ഇത്ര വലിയൊരു ചർച്ച നടന്നിട്ടുള്ളൊരു കാര്യം, വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള ചർച്ച എന്നുള്ളത് പൂർണ്ണമായിട്ടും മൂടി വയ്ക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് പുറത്തേക്ക് പോയില്ല. അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ വെള്ളാപ്പള്ളിയും പിണറായി വിജയനും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ചർച്ച ഒരുപാട് കാലം നീണ്ടുന്നൊരു ചർച്ചയായിരുന്നു. ശബരിമല വിഷയത്തിൽ അങ്ങനെ നമുക്കറിയാം, കാറിൽ പോക്കും, ഒരുപാട് അവർ തമ്മിലുള്ളൊരു ബന്ധവും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അകത്ത് ഒരാൾക്കെതിരെ ഇത്ര വലിയ വിമർശനം ഉന്നയിച്ചാൽ സ്വാഭാവികമായിട്ട് അത് മാധ്യമങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അകത്ത് നടന്നിട്ടൊരു ചർച്ച സ്വാഭാവികമായിട്ടും ഇദ്ദേഹം നമുക്കെതിരായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചർച്ച നടത്തിയിട്ട്, പക്ഷേ അത് പുറത്തേക്ക് വിടാതിരിക്കുന്നു എന്നുള്ളത്, അതിൽ പിന്നെ എന്താ പറയുക, പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയൊക്കെ അഭിപ്രായമോ ചർച്ചയോ അല്ലാതെ
ചില കാര്യങ്ങൾ അതിനൊക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ പുറത്ത് പറയേണ്ടതില്ല എന്നുള്ള നിലയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ബന്ധങ്ങളാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ ഒരു പാർട്ടി നേതാവ് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പം അത് ആ സമയത്ത് പിന്നെ വളരെ നെഗറ്റീവായിട്ട് നിന്നുള്ള ഒരാൾ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ മോശമായിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ BDJSന്റെ പിന്നെ ഡയറക്ട്ലി അയാൾക്ക് ബന്ധമില്ല എങ്കിലും മകനാണ് അതിൻ്റെ നേതാവ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്കറിയാം തീർച്ചയായിട്ടും പിന്നെ വെള്ളാപ്പള്ളിയും കുടുംബവും ഒക്കെ എത്രമാത്രം BJPയോട് അല്ലെങ്കിൽ സംഘപരിവാരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. SNDP എന്നുള്ള പേരിന് മാത്രമുള്ള ഒരു നേതൃത്വമാണ്. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ, നിയമപരമായിട്ട് പുറത്താക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും അതുപോലെ പാർട്ടിയുടെ നേതാവ് പ്രതിഭയെ പോലുള്ളവരെ ഈ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്തിട്ടും വളരെ കൂളായിട്ട് ഇരിക്കുന്നു പാർട്ടി എന്നുള്ളത് നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പാർട്ടിക്ക് ഗുണം ഇല്ല, നെഗറ്റീവായിട്ടാണ് വരണമെന്നുണ്ടെങ്കിലും നേതാക്കളെ പിണറായി വിജയനെ പോലുള്ള നേതാക്കൾക്ക് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കത് എങ്ങനെയാണ് ഇതിന്റെ ഇതിലിപ്പോ MP-യുടെ നേരത്തെ മുൻ MP ആയിരുന്ന ആരിഫിന്റെ കാര്യത്തില് മുസ്ലിം ലീഗിന്റെ മനസ്സാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത് പറയുമ്പോൾ അദ്ദേഹത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് ഏക സ്വത്വം എന്ന് പറയുന്നത് ഒരു ലീഗ് സ്വത്വം മാത്രമാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമ്മൾ അതിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനും അയാൾക്ക് തിരഞ്ഞെടുക്കാൻ അയാളുടെ സ്വത്വം എന്താണെന്ന് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. അത് ഇന്ന് തന്നെ ആയിരിക്കണം എന്ന് പാർട്ടി തിരഞ്ഞെടുക്കാനും മതം തിരഞ്ഞെടുക്കാനും വിശ്വാസം തിരഞ്ഞെടുക്കാനും വിശ്വാസം ഇല്ലാതാവാനൊക്കെ അവകാശമുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് വേണ്ടാന്ന് വെക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആക്രമണങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട രീതിശാസ്ത്രമാണ് എല്ലായ്പ്പോഴും ഇപ്പൊ റിയാസിനെതിരെ. നമുക്കറിയാം, നമ്മൾ തന്നെ ഈ ഇൻസൈറ്റ് നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. റിയാസ് എന്ന് പറയുന്നത് CPM-ന്റെ ഒരു നേതാവായിരുന്നു, PWD പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. വിശ്വാസമില്ലാന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും ശക്തനായൊരു നേതാവിനെ ലീഗിന്റെ പ്രതിനിധിയായിട്ടും SDPI-കാരനായിട്ടും ഇസ്ലാമിസ്റ്റ് ആയിട്ടും ഒക്കെ എന്തോരം ആളുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഇൻസൈറ്റിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ മുസ്ലിം മുഖമുള്ള ഒരാൾക്ക് മറ്റൊരു സ്വത്വവും തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകാതിരിക്കുക, അല്ലെങ്കിൽ അത് ഓരോരുത്തർക്കും അവരായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അനുവദിക്കാതിരിക്കുന്നത് ഇസ്ലാമോഫോബിയുടെ പ്രധാനപ്പെട്ട തന്ത്രമാണ്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ ആരിഫിന്റെ കാര്യത്തിൽ ചെയ്തത്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം നമ്മൾ അതോടൊപ്പം പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് CPM ആരിഫിനെ പോലെയുള്ള ഒരാൾക്ക് ഇതിന് ആക്രമണം നടത്തുമ്പോൾ മിണ്ടാതിരിക്കുന്നത്? നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ടൈമിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അവർ നേരിടാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ശബരിമല അമ്പിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല അയ്യപ്പ സംഗമമൊക്കെ നടക്കുന്നത് ഈ വിവിധ സമുദായങ്ങളെ, വിവിധ ജാതി സംഘടനകളെ ഒരു പോയിന്റിലേക്ക് എത്തിക്കുകയും അവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ടൊരു സോഫ്റ്റ് ഹിന്ദുത്വ പൊസിഷനിലേക്ക് CPM പ്രചാരണങ്ങളെ മാറ്റിയിരുന്നു. ഒരു ഇസ്ലാമോഫോബിയ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള രീതി അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മിക്കവാറും എല്ലാ പാർട്ടികളും അത് ചെയ്യാറുണ്ട്. പക്ഷെ ആ ഘട്ടങ്ങളിൽ CPM ആണ് അത് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുകയും വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകളെ വിദ്വേഷ പ്രസ്താവനകളെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുക. അതാണ് ഇപ്പോൾ ആരിഫ് ചോദ്യം ചെയ്തത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പരാജയം സംഭവിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ ഒരു പരിധിവരെ ഇടതുപക്ഷം എന്ന് തോന്നുന്ന പല മാധ്യമങ്ങളും, ന്യൂസ് മിനിറ്റ് പോലെയുള്ള ഒരു മീഡിയ, ഞാനത് കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു, അവർ പറയുകയാണ് ഈ കേരളത്തിലെ പരാജയത്തിന് പിന്നിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രചാരണത്തിന് ഒരു തന്ത്രമില്ലേ, ന്യൂനപക്ഷങ്ങൾ നിങ്ങളിൽ നിന്ന് അതുകൊണ്ടല്ലേ ഒഴിഞ്ഞു മാറിയത്. ചർച്ചയിൽ പങ്കെടുത്ത MG രാധാകൃഷ്ണൻ അതിനെക്കുറിച്ച് അക്ഷരം മിണ്ടിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള മിക്കവാറും മാധ്യമങ്ങൾ CPM-ന്റെ പരാജയത്തിന് പിന്നിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രചരണ തന്ത്രമായിരുന്നുവെന്നും അത് CPM-നെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത ലോകത്തിലെ ഏക പാർട്ടി എന്ന് പറയുന്നത് CPM മാത്രമാണ്. അതുകൊണ്ട് അത് ബാബു ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, ഇന്നത്തെയാണോ അറിയാം, ദേശാഭിമാനി പത്രത്തിനകത്ത് വന്നിട്ടുള്ളൊരു വാർത്തയുണ്ട്, കണ്ടുവെന്നറിയില്ല. അത് സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ പിന്നെ ജന്മഭൂമിയിലോ ഒക്കെ വരാൻ സാധ്യതയുള്ള രീതിയിലൊരു വാർത്തയാണ്. 5ാം മന്ത്രിക്കുള്ള സാധ്യത, 5 മന്ത്രിമാരെ അവർ ആവശ്യപ്പെടും
അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത് എന്നിട്ട് ശശികലയുടെ പ്രസ്താവനയാണ്. അപ്പൊ അതേ ടോണിലാണ് ദേശാഭിമാനി പത്രത്തിനകത്ത് ഇത് ചർച്ചയാക്കിയിട്ടുണ്ട്. 5 മന്ത്രി എന്തൊരു വൃത്തികേടാന്ന് ആലോചിക്കുക. മാത്രമല്ല വിദ്യാഭ്യാസം കൊടുക്കരുത് എന്നും പറയുന്നു. വിദ്യാഭ്യാസം കൊടുക്കരുത്, മുഖ്യമന്ത്രി പദം കൊടുക്കരുത്. വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി എനിക്കായിരിക്കും മുഖ്യമന്ത്രി പദം ആവശ്യപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ശശികലയാണ് വിദ്യാഭ്യാസം പ്രശ്നം ഉയർത്തിക്കൊണ്ടിരുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ദേശാഭിമാനി പത്രമാണ്. ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാല് 5-ാം മന്ത്രി വിവാദം ഉണ്ടാക്കുന്നത് സാമുദായിക സന്തുലനത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഈ വിവാദം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ മതേതരവാദികളായിട്ടുള്ള ആളുകളാണ്. എന്ത് പ്രശ്നമാണ് 6 പേര് ഈ നായന്മാരുണ്ടായിട്ട് തകരാത്ത എന്ത് സാമുദായിക സന്തുലനമാണ് ഇവിടെ കേരളത്തിലുള്ളത്? 6-7 ആളുകൾ. അതല്ല, അവരുടെ ശരിക്കും പ്രാതിനിധ്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8ഓളം മന്ത്രിമാർക്കുള്ള നമ്മൾ കണക്കെടുത്തിട്ടുണ്ട്. 8 പേരുണ്ടായാലാണ് ചരിത്രപരമായിട്ട് അവർ ഈ നൽകാനുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉള്ള ഒരു ബാക്ക്ലോഗ് ഇല്ലാതാവുള്ളൂ. ഇത് നമ്മൾ കണക്കായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. 5-ൽ 6 കൊടുക്കണം. 6 പോലെ 8 കൂടി വേണം. കാരണം വെച്ചാല് മുൻകാലങ്ങളില് നമ്മളത് വേറൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യണം. എന്താണ് 57 മുതൽ 2026 വരെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ MLA-മാരുടെയും മന്ത്രിമാരുടെയും കണക്കും നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം നിരവധി ആക്രമണങ്ങൾ നടത്തുന്നു മുസ്ലിങ്ങൾക്കെതിരെ. അതിനെതിരെ CPM മിണ്ടാതിരിക്കുന്ന ഒന്നാമത്തെ. അല്ല, ഇപ്പോഴും മിണ്ടാതിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണമായി അത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ്. ഇപ്പോഴും ഇസ്ലാമോഫോബിക് തന്ത്രങ്ങളിലേക്ക് അവർ കൂപ്പുകുത്തേണ്ട കാര്യമുണ്ട്. ഇനി ഇസ്ലാമോഫോബിയ പറയാനായിട്ട് അവകാശപ്പെട്ടത് കോൺഗ്രസിനാണ്. കാരണം അവരാണല്ലോ ഭരണത്തിലുള്ള ആളുകളുടെ ഒരു ഹോബിയാണല്ലോ ഇസ്ലാമോഫോബിക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കിയിരുന്ന് കാണാം. അടുത്ത പ്രശ്നം പ്രതിഭയുടെ ഇഷ്യൂ ആണ്. പ്രതിഭയുടെ ഇഷ്യൂല് ഇതൊരു വേറൊരു ഇരട്ടത്താപം കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാല് CPM എല്ലായ്പ്പോഴും പറയുന്നത് തങ്ങളൊരു മതേതര പാർട്ടിയാണ്. ഈ മതേതരത്വത്തിന് അവർ കൊടുക്കുന്നൊരു നിർവചനം എന്താണെന്ന് വെച്ചാൽ അവർ ഈ SNDP എന്ന് പറഞ്ഞൊരു വർഗീയ സംഘടന എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. മുസ്ലിം ലീഗ് ഒരു വർഗീയ സംഘടനയാണ്. SNDP തുടങ്ങിയ ആൾക്കാർ പണ്ട് നല്ല ആൾക്കാരായിരുന്നു, ഇപ്പോഴൊക്കെ ജാതി സംഘടനകളാണെന്നൊരു സമീപനമുള്ളത്. സാമുദായികത രാഷ്ട്രീയം ഒരിക്കലും അംഗീകരിക്കാത്ത ആൾക്കാരാണ് CPM-കാർ. കാരണം സാമുദായികത എന്ന് പറയുന്നത് അവരതിന് കൊടുത്തൊരു വാക്ക് വർഗീയത എന്നാണ്. അപ്പോൾ അതിന് മോശപ്പെട്ടൊരു കാര്യമായിട്ട് കരുതി. ഇവിടെ അവർ ഒരേ സമയം പ്രതിഭ പറയുന്നത് തങ്ങൾക്ക് SNDP-കാരുടെ വോട്ട് വേണമെന്ന് പറയുന്നു, ഞങ്ങളത് ആവശ്യപ്പെടാറുണ്ടെന്ന് പറയും, ഞങ്ങളുടെ റൈറ്റ് ആണെന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് അവർ വളരെ രോഷത്തോടുകൂടി ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് അവർ സാമുദായികതയുടെ രാഷ്ട്രീയത്തെ തള്ളിപ്പറയും, മറുഭാഗത്ത് സാമുദായിക പാർട്ടികൾ സംഘടനകളിൽ നിന്ന് വോട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതൊരു ഇരട്ടത്താപ്പാണ്. ഒന്നുകിൽ നിങ്ങളുടെ സാമുദായിക രാഷ്ട്രീയത്തിൽ ഒരു റൈറ്റ് ഉണ്ട്, അതൊരു ശരിയാണ്, അതൊരു നീതിയുടെ രാഷ്ട്രീയം അതിലുണ്ടെന്ന് പറയാം. എന്നിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവിടെ എത്ര അതനുസരിച്ച് കൊടുക്കുക, ഈഴവർക്ക് എത്ര വോട്ട് കൊടുക്കുന്നത് കൊടുക്കുക, ദളിതർക്ക് എത്ര കൊടുക്കുന്ന നോക്കുക, ഇവിടുത്തെ ഓരോ സമുദായങ്ങൾക്കും അവർക്ക് അർഹിക്കുന്ന പരിഗണന നൽകുക, പ്രാതിനിധ്യം നൽകുക. ഇതൊന്നും ചെയ്യാതെ വോട്ട് ചെയ്യുമ്പോൾ മാത്രം ഇത് പറയുന്ന ഒരു രീതി വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അതൊരു അധാർമികമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് CPM പുലർത്തിപ്പോരുന്ന സാമുദായികതയെ ഒരു സമയത്ത് എതിർക്കുകയും ഈ പറഞ്ഞ രീതിയിൽ അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് നെറുകേടാണ്. അതുപോലെ തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടൊക്കെ പുലർത്തി കൊണ്ട് ഇരിക്കുന്ന ഒരു സമീപനം. വളരെ ശരിക്കും പറഞ്ഞാൽ CPM പരാജയത്തിനുള്ള ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പോലെ CPM-ന്റെ പരാജയ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള വലിയ തോതിലുള്ള ആക്രമണം നടത്തി എന്നുള്ളത് തന്നെയാണ് അവർ. ഇത് ആ ഒരു തിരിച്ചറിവ് CPM-ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി. CPM-ന് അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് കാത്തിരുന്ന് കാണാം CPM ഈ കാര്യത്തിൽ എന്ത് ചെയ്യും.